ഇന്ത്യൻ ക്രിക്കറ്റിന് ആവേശമായി വീണ്ടും ഋഷഭ് പന്ത് കളത്തിൽ. പരിക്കേറ്റ 6 ആഴ്ച വിശ്രമം നിർദ്ദേശിച്ചിട്ടും ടീമിനായി പന്ത് ക്രീസിലെത്തി. 6 വിക്കറ്റ് വീണ് പ്രതിസന്ധിയിലായതോടെയാണ് പന്ത് കളത്തിലെത്തിയത്. രുജീഷ് വി രവീന്ദ്രനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. രുജീഷ്, എന്തായാലും പന്തിന്റെ മടങ്ങിവരവ് വലിയ തരത്തിൽ ആശ്വാസകരമായിരിക്കുകയാണ്. പ്രത്യേകിച്ചും 6 വിക്കറ്റ് വീണ് പ്രതിസന്ധിയിലായി ടീം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും സ്വാതി, അത് തന്നെയാണ്. കാരണം ഈ ടൂർണമെന്റിൽ 2 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും നേടി മികച്ച ഫോമിലുള്ള സമയത്താണ് ഇന്നലെ ഋഷഭ് പന്തിന് കാലിന് പരിക്കേറ്റത്. ഡോക്ടർമാർ ഇന്ന് രാവിലെ സ്കാനിങ്ങിന് ശേഷം ഇത് ഒരു 6 ആഴ്ച വരെ വിശ്രമം വേണ്ടിവരുന്ന ഒരു സാഹചര്യമായിരുന്നു നിർദ്ദേശിച്ചത്. പക്ഷേ നമുക്കറിയാം, ഈ മത്സരം മാഞ്ചസ്റ്ററിലെ ടെസ്റ്റ് ജയിച്ച് തീരൂ എന്ന അവസ്ഥയിലാണ് ഇന്ത്യൻ ടീമിനുള്ളത്. കാരണം 2-1 പരമ്പരയിൽ പിന്നോട്ട് നിൽക്കുകയാണ്. ആ നിമിഷമാണ് ഇപ്പോൾ ആദ്യ സെഷനിൽ 2 വിക്കറ്റ് വീണ് ഒരു പ്രതിസന്ധി ഇന്ന് ഇന്ത്യ നേരിടുന്നുണ്ട്. എന്തായാലും 6 വിക്കറ്റിന് 321 റൺസ് എന്ന നിലയിൽ ആദ്യ സെഷൻ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഋഷഭ് പന്ത് ക്രീസിലേക്ക് വന്നത് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ ആവേശമാകുന്നത്. ഋഷഭ് പന്ത് പരിക്കേറ്റ് ഇപ്പോഴും അദ്ദേഹത്തിന് നല്ല രീതിയിൽ നടക്കാൻ പോലും സാധിക്കാത്ത ഒരു രീതിയിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത്. സിംഗിൾ എടുക്കാൻ വേണ്ടി മുടന്തിക്കൊണ്ട് ഓടുന്ന തരത്തിലാണ് ഋഷഭ് പന്ത് ഇപ്പോഴും ക്രീസിലുള്ളത്. പക്ഷേ അവസാന നിമിഷവും പോരാടുന്ന ഒരു പോരാളിയെ നമ്മൾ ക്രീസിൽ കാണുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം, ഒരു കാർ ആക്സിഡന്റിന് ശേഷം മരണത്തിൽ നിന്ന് തൊട്ട് മുൻപ് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു ജീവിതം ഋഷഭ് പന്തിനുണ്ട്. അത്ര വലിയൊരു തിരിച്ചുവരവ് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ച ഒരു താരമാണ്. അതിനുശേഷം ടീമിലേക്ക് തിരിച്ചെത്തുകയും മികച്ച പ്രകടനങ്ങൾ നടത്തുകയും ചെയ്ത ഒരു താരമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ പര്യടനത്തിൽ മികച്ച സെഞ്ചുറികളുമായി ഋഷഭ് പന്ത് ടീമിന് മുതൽക്കൂട്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ പരിക്കേറ്റ് ടീമിന് പുറത്തേക്ക് പോകേണ്ടി വരും എന്നൊരു സാഹചര്യത്തിൽ പോലും അവസാന നിമിഷവും ടീമിനായി പൊരുതാൻ വേണ്ടി വരുന്ന ഋഷഭ് പന്ത് തീർച്ചയായും ഇന്ത്യൻ കായിക പ്രേമികൾക്ക് വലിയ പ്രചോദനമാവുകയാണ്. എന്തായാലും ആദ്യ സെഷൻ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. 6 വിക്കറ്റിന് 321 റൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം ഉള്ളത്.